മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി വരികയുണ്ടായി. ജസ്റ്റിസ് സ്വാമിനാഥനും ജസ്റ്റിസ് പൂർണിമയുമാണ് ആ വിധി പ്രസ്താവിച്ചത്. അതായത് ഭാര്യ സ്വയംഭോഗത്തിന് അടിമയാണെങ്കിൽ കൂടി വിവാഹമോചനം നൽകുവാൻ സാധ്യമല്ല എന്നുള്ളത്. ഭാര്യ നിരന്തരമായി നീലച്ചിത്രങ്ങൾ കാണുന്നു, സ്വയംഭോഗത്തിന് അടിമയാണ്. ഇതായിരുന്നു ഭർത്താവിൻ്റെ പരാതി. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പുരുഷന് വിവാഹമോചനം നൽകുവാൻ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ വിധി. വാസ്തവത്തിൽ നമുക്കിതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലൈംഗികത പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിലേർപ്പെടണമെന്നുള്ളത് ഭാര്യ ഹൈക്കോടതിയുടെ ഒരു വിധി വരികയുണ്ടായി. ജസ്റ്റിസ് സ്വാമിനാഥനും ജസ്റ്റിസ് പൂർണിമയുമാണ് ആ വിധി പ്രസ്താവിച്ചത്. അതായത് ഭാര്യ സ്വയംഭോഗത്തിന് അടിമയാണെങ്കിൽ കൂടി വിവാഹമോചനം നൽകുവാൻ സാധ്യമല്ല എന്നുള്ളത്. ഭാര്യ നിരന്തരമായി നീലച്ചിത്രങ്ങൾ കാണുന്നു, സ്വയംഭോഗത്തിന് അടിമയാണ്. ഇതായിരുന്നു ഭർത്താവിൻ്റെ പരാതി. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പുരുഷന് വിവാഹമോചനം നൽകുവാൻ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ വിധി. വാസ്തവത്തിൽ നമുക്കിതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലൈംഗികത പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിലേർപ്പെടണമെന്നുള്ളത് ഭാര്യ അനുവദിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഭാര്യയ്ക്ക് അദ്ദേഹത്തോട് താല്പര്യമില്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുവാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. അത് ശാസ്ത്രീയമായിട്ടും അത് തന്നെയാണ് അതിൻ്റെ ശരി. പക്ഷേ ഭർത്താവിന് ലൈംഗികമായിട്ട് ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിൽ ലൈംഗികത നൽകാതെ ഭാര്യ സ്വയംഭോഗത്തിലൂടെ ലൈംഗിക സംതൃപ്തി തേടുകയാണെങ്കിൽ അത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അലസോരമായിരിക്കുമെന്നുള്ളതിലൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ നിയമങ്ങൾ എന്താണ് പറയുന്നത്? ഭർത്താവിന് ആ ഒരു കാരണം വച്ചിട്ട് വിവാഹമോചനം നൽകുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ കോടതി ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കുകയുണ്ടായി. അതായത് അതവരുടെ സ്വകാര്യതയാണ്. അവരുടെ സ്വകാര്യതയിലേക്ക് ഭർത്താവിന് ഇടപെടുവാനുള്ള അവകാശമില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അത് സ്വകാര്യതയാണ്. പക്ഷേ എന്നിരുന്നാൽ ഭർത്താവിന് എന്താണ് വേണ്ടത്? ലൈംഗികതയാണ് വേണ്ടത്. ആ ലൈംഗികത നൽകുവാൻ തൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വിവാഹമോചനം നൽകുവാൻ നിയമമുണ്ടോ? ആ രീതിയിലുള്ള നിയമം ഉണ്ട്. എന്നിരുന്നാലും വ്യാഖ്യാനിച്ച് ചെല്ലുമ്പോൾ ഇതൊരു പോരായ്മയായിട്ട് കണക്കിലാക്കപ്പെടുകയുമില്ല. എന്നാൽ നീലച്ചിത്രങ്ങൾക്ക് അടിമയാകുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗികത ആ വഴിക്കല്ലാതെ ഉണരുകയില്ല. അതായത് ഈ സ്ത്രീ ഒരുപക്ഷെ നീലച്ചിത്രങ്ങൾക്ക് അടിമയായിരിക്കാം. ഭർത്താവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അനുഭൂതി അവർക്ക് ലഭിക്കുന്നത് ഇത്തരം നീലച്ചിത്രങ്ങൾ കാണുകയും അതിൽ കൂടി സ്വയംഭോഗം ചെയ്യുകയും ചെയ്യുന്നു എന്ന അവസ്ഥയിലേക്കായിരിക്കാം. മാത്രമല്ല പലതവണ ഭർത്താവ് ആവശ്യപ്പെടുമ്പോഴും ലൈംഗികതയ്ക്ക് സമ്മതിക്കാതെ വരുമ്പോൾ അദ്ദേഹം ഒരു മനുഷ്യജീവിയല്ലേ, ലൈംഗികത അദ്ദേഹത്തിനും ആവശ്യമില്ലേ? നിയമം ഈ വഴിക്കൊന്നും ചിന്തിക്കുന്നു പോലുമില്ല. ലൈംഗിക കാര്യങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പല നിയമങ്ങളും പരമ അബദ്ധമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പല കാര്യങ്ങളിലും അതിനകത്ത് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈയിടെ ഒരു വ്യാപാരി എന്തോ കമൻറ്റ് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ജയിലിൽ 5 ദിവസം ഇടുകയും പിന്നീടാണ് ജാമ്യം ലഭിച്ചത്. അപ്പോൾ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്കൊക്കെ അതിനൊക്കെ വല്ല ഫൈനടച്ച് തീർക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ കടുത്ത ശിക്ഷ നൽകുന്ന നിയമങ്ങളാണെന്നുള്ളത്. എന്നാൽ വേണ്ട കാര്യത്തിനൊന്നും നിയമം ആ രീതിയിൽ പ്രവർത്തിക്കുന്നുമില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. നമുക്ക് ആ സ്ത്രീയിലേക്ക് തിരിച്ചു വരാം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗിക അനുഭൂതി അല്ലെങ്കിൽ ലൈംഗിക രതിമൂർച്ച ലഭിക്കുന്നത് നീലച്ചിത്രങ്ങളുടെ കൂടെ മാത്രമാണെങ്കിൽ ഒരു ഭാര്യ എന്ന ഡ്യൂട്ടി ചെയ്യുവാൻ, ഭാര്യ എന്ന ചുമതല നിർവഹിക്കാൻ അവർക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഒരു സെക്സോളജിസ്റ്റ് എന്ന ലെവലിൽ ഞാൻ പറയുന്നു അത് അവർക്ക് ഭാര്യ എന്ന ലെവലിലുള്ള കർമ്മം നിർവഹിക്കാൻ കഴിയുന്നില്ല. അവർക്ക് അവരുടെ കാര്യം നിർവഹിക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ അവർ നീലച്ചിത്രങ്ങൾക്ക് വീണ്ടും വീണ്ടും അടിമയാകുമ്പോൾ ഭർത്താവുമായിട്ടുള്ള ബന്ധം തീരെ ഇല്ലാണ്ടാവും. അവർക്ക് ആ രീതിയിൽ സ്വയംഭോഗം ചെയ്യുന്നതിൽ മാത്രമായിരിക്കും അനുഭൂതി. പുരുഷന്മാരിലും ഈ പ്രവണത കണ്ടുവരുന്നുണ്ട്. വിവാഹം കഴിച്ചു, ആ കിടക്കയിൽ കിടന്ന് തന്നെ സ്വയംഭോഗം ചെയ്യുന്നു എന്ന പരാതിയുമായി പല സ്ത്രീകളും ഞങ്ങളെ സമീപിക്കാറുണ്ട്. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ, ചികിത്സയുണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ കാരണം അവരുടെ കണ്ടീഷനിങ് അതിനോടായി മാറിയിരിക്കുന്നു. അത്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനും അതുപോലെ തന്നെ ഇത്തരം നീലച്ചിത്രങ്ങൾ കണ്ടിട്ട് സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകളുമെല്ലാം ചെയ്യുന്ന ഒരു തെറ്റ്, പ്രധാനപ്പെട്ട തെറ്റ് തൻ്റെ ഇണയെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തെളിയിക്കപ്പെട്ടാൽ വിവാഹമോചനം ലഭിക്കും. ഇതും ഇമ്പോർട്ടൻസിക്ക് തുല്യമായ കാര്യങ്ങളല്ലേ എന്നുള്ളത്
നിയമജ്ഞർ പരിശോധിക്കേണ്ട കാര്യമാണ്. നിയമം അതിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ നീലച്ചിത്രങ്ങൾ കാണുന്നത് തെറ്റല്ല, സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റല്ല. ഇത് രണ്ടും കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതിനോട് എനിക്കും യോജിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന നിയമത്തിൽ അടിസ്ഥാനപരമായിട്ട് എവിടെയോ ഒരു തെറ്റുണ്ട്. ആ തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഭർത്താവിൻ്റെ ലൈംഗിക അഭിലാഷം പൂർത്തീകരിക്കുവാൻ ഭാര്യ മനഃപൂർവമോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ വഴിക്ക് വിവാഹമോചനം നൽകേണ്ട ഒരു ബാധ്യതയില്ല എന്നുള്ളതാണ് ഞാനിവിടെ ചോദിക്കുന്നത്. നിയമം പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ, അതായത് നിയമത്തിൻ്റെ കാര്യങ്ങൾ കൂടി പോകുമ്പോൾ, ഈ ലൈംഗിക കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു, അതായത് നിയമജ്ഞർ മാത്രം ഇരുന്ന് ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല അത്. അതിൻ്റെ സെക്സോളജിസ്റ്റുകളെ വിളിക്കണം, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളെ വിളിക്കണം, ഈ രീതിയിലുള്ള മറ്റ് അഭിപ്രായങ്ങൾ തേടേണ്ട ഒത്തിരി പ്രമുഖ വ്യക്തികളെ വിളിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഈ നിയമം ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളൊന്നും സയൻറ്റിഫിക്കായിട്ട് കണക്കിലെടുക്കാതെ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കി വയ്ക്കുന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധികൾ വരാതെ, ജഡ്ജിമാർക്ക് അതിനനുസരിച്ചല്ലേ വിധിക്കാൻ പറ്റുള്ളൂ. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിധിക്കുന്നു. നിയമങ്ങൾ പലതും ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച് പിന്നീട് തെറ്റാണെന്ന് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം ഹോമോസെക്ഷാലിറ്റി. പണ്ട് ഇന്ത്യയിൽ ഹോമോസെക്ഷാലിറ്റി എന്ന് പറഞ്ഞാൽ ജയിലിലേക്ക് നേരെ പോകണമായിരുന്നു തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ. ഇന്ന് ഹോമോസെക്ഷാലിറ്റി അംഗീകരിക്കപ്പെട്ടതും അതൊരു കുറ്റമായ കണക്കിലെടുക്കരുതെന്നുമുള്ളതാണ് ഇന്ന് പറയപ്പെടുന്നത്. പണ്ട് ഒരു വിവാഹിതയായ സ്ത്രീയുമായി ഒരു പുരുഷൻ ബന്ധപ്പെട്ടാൽ ആ പുരുഷന് ജയിൽ ശിക്ഷ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് മാറി, ആ നിയമം മാറ്റി. അതായത് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് ഏതെങ്കിലും ഒരു പുരുഷൻ ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ക്രിമിനൽ കുറ്റമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചുമത്താൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ നിയമം. അപ്പോൾ നിയമങ്ങൾ മാറി വരികയാണ്. അതനുസരിച്ച് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പല നിയമങ്ങളും ഇപ്പോഴും മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരു പോക്സോ കേസിലെ ഒരു നിയമം ഞാൻ പറയാം. അതായത് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ, കുട്ടിക്ക് ക്ഷതമേൽക്കുകയാണെങ്കിൽ പോക്സോ വഴിക്ക് കേസെടുക്കാൻ പറ്റും. നാദാപുരത്തോ എന്തോ മറ്റാണെന്ന് തോന്നുന്നു, ഒരു വിവാഹിതയായ സ്ത്രീ, 2 കുട്ടികളുള്ള സ്ത്രീയാണ്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ പുരുഷനുമായി ഒളിച്ചോടിപ്പോയി. ഇവർക്ക് കേസെടുക്കുവാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. ആ ഒളിച്ചോടിപ്പോയ സ്ത്രീക്കെതിരെ കേസെടുത്ത് പോക്സോ നിയമം വെച്ചാണ്. കാരണം അവർക്ക് 2 ചെറിയ കുട്ടികളുണ്ടത്രേ. ആ കുട്ടികൾക്ക് മാനസികമായി പ്രയാസമുണ്ടായത്രേ. ഇങ്ങനെ നിയമങ്ങൾ വ്യാഖ്യാനിച്ച് പോവുകയാണെങ്കിൽ, അത് പോലീസിൻ്റെ ഭാഗത്ത് മാത്രം വ്യാഖ്യാനങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ജയിലിലേക്ക് പിടിച്ചിടാൻ പറ്റും. അതിനുശേഷമാണല്ലോ ജാമ്യമൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷമാണല്ലോ കോടതിയിൽ ഇത് അതായത് ചർച്ചയ്ക്ക് വരുന്നത്. ഇതേപോലൊരു സംഭവം കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. അത് നാം സ്വാഗതം ചെയ്യേണ്ട ഒരു വ്യാഖ്യാനമാണ്. ഒരു വ്യക്തി ആലുവ പാലസിൻ്റെ, അതായത് ആലുവ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിന്ന് നീലച്ചിത്രങ്ങൾ കാണുകയാണ്. 10-12 വർഷം മുമ്പുള്ള കഥയാണ്. പാട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസ് ഈ നീലച്ചിത്രങ്ങൾ കാണുന്നവനെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം മൊബൈലിൽ നീലച്ചിത്രങ്ങൾ കണ്ടു എന്നുള്ളതാണ് കുറ്റം. ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലിടുന്നു. ഇത് കോടതിയിൽ കേസ് വരുന്നു, ജാമ്യം ലഭിക്കുന്നു. ആ കേസ് തള്ളിക്കളയണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇതേ സമാന കേസുകളിൽപ്പെട്ട കുറച്ച് പേര് കൂടി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി അത് വിലയിരുത്തി ഏത് രീതിയിലാണ് ഇതൊരു കുറ്റമാകുന്നത്. സാധാരണ രീതിയിൽ ഒരു നീലച്ചിത്രം കാണുകയോ അല്ലെങ്കിൽ ഒരു ന്യൂഡായിട്ടുള്ള അല്ലെങ്കിൽ നഗ്നത ആയിട്ടുള്ള ഒരു ചിത്രം ആരെങ്കിലും കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് പെയിൻറ്റിങ്ങോ ഡ്രോയിങ്ങോ എന്തുമാകാം, അത്തരം ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറ്റമാണ്. അതേസമയത്ത് സ്വന്തമായിട്ട് അത് കാണുകയാണെങ്കിൽ അതിന് എങ്ങനെ കുറ്റമെന്ന് പറയാൻ പറ്റും? ഇതാണ് ഹൈക്കോടതി ചോദിച്ചത്. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണനാണ് ആ വിധി പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതിലൊരു വലിയ മാറ്റം തന്നെ വരുത്തിയുണ്ടായി. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീലച്ചിത്രം ഒരുത്തൻ കണ്ടു എന്നുള്ളത് കുറ്റമാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നേ അല്ല. എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില മിഥ്യാധാരണകളുണ്ട്. അതായത് നീലച്ചിത്രങ്ങൾ കാണുന്നു, ഒറ്റയടിക്ക് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ കണ്ടു കിട്ടിയിരുന്നു. നാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ലൈംഗികതയിൽ നിയമങ്ങൾ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഒരുത്തൻ നീലച്ചിത്രം കാണുന്നു, മറ്റൊരാൾക്ക് ഉപദ്രവമില്ലെങ്കിൽ നാം എന്തിനിതിനെ കുറ്റമായി കാണണം? അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദോഷമുണ്ടാകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല കോടതി വിധിയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നീലച്ചിത്രങ്ങൾ കാണുന്നത് തെറ്റാണ്, നീലച്ചിത്രങ്ങൾ എങ്ങനെ കാണുകയാണെങ്കിൽ ദോഷമുണ്ടാവും. മാത്രമല്ല ഇന്നത്തെ ചെറിയ കുട്ടികൾ പോലും
നീലച്ചിത്രങ്ങൾ കാണുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഫോണിൻ്റെ വരവോടുകൂടി അത്തരം പ്രശ്നങ്ങളുണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പഠിക്കുകയും അതിനുശേഷം എന്നാൽ ഈ വ്യക്തി ചെയ്തത് ആലുവ പാലസിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം സ്വന്തം നീലച്ചിത്രങ്ങൾ കണ്ടുവെങ്കിൽ അതൊരു കുറ്റമേ അല്ല എന്നുള്ളതാണ് കോടതി വിധിച്ചത്. അപ്പോൾ ലൈംഗിക പ്രശ്നങ്ങളിലുള്ള പല കാര്യങ്ങളിലും ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പരിഷ്കരിക്കാത്തിടത്തോളം കാലം പോലീസിന് അനാവശ്യമായി ഇടപെടുവാൻ കഴിയും. ഒരു ഉദാഹരണം സെക്സ് ടോയ്സിൻ്റെ വിൽപ്പനയാണ്. സെക്സ് ടോയ്സ് ലൈംഗികമായിട്ട് വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ്. അത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ ഇതാണ്. അതായത് ലൈംഗികമായിട്ടുള്ള നഗ്നതാ പ്രദർശനത്തിൻ്റെ ഭാഗമായി അതിനെ പെടുത്തുന്നു. വാസ്തവത്തിൽ ഒരു കോഡുണ്ടാക്കി ലൈംഗിക കാര്യങ്ങളിൽ, അത് പോക്സോയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ, അത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുകയുണ്ടായി. പല കാര്യങ്ങളിലും ലൈംഗികമായിട്ടുള്ള നിയമങ്ങൾ നാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡിൻ്റെ പിൻബലത്തിലാണ്. മാത്രമല്ല അതൊക്കെ പരിഷ്കരിക്കേണ്ട കാലവും കഴിഞ്ഞിരിക്കുന്നു. ബോംബെ ഹൈക്കോടതിയിൽ സെക്സ് ടോയ്സിനെ കുറിച്ചൊരു വിധി വന്നു. ഇപ്പോൾ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ്റെ വിധി വന്നു. അതുപോലെ തന്നെ ഇത്തരം പല കാര്യങ്ങളിലും പല വിധികളും പുതിയതായി വരുന്നുണ്ട്. നിയമങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ ലൈംഗികതയിൽ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലൈംഗികമായ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതായത് ശീഘ്രസ്ഖലനമാകട്ടെ, ശേഷിക്കുറവാകട്ടെ, ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയാകട്ടെ, ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന വരുന്ന അവസ്ഥയാവട്ടെ, ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ വഴി നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.